ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജനത്തിന്റെ അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്ത് കാക്കിയിട്ട കാപാലികരുടെ അഴിഞ്ഞാട്ടം തുടരുക തന്നെയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നാഥനില്ലാ കളരിയായി സംസ്ഥാന ആഭ്യന്തരം തുടരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽപ്പെട്ടവരെ മുഖംമൂടി അണിയിച്ച് കൈവിലങ്ങിടിച്ച് കൊടും ഭീകരരെ പോലെ ഹാജരാക്കിയതിൽ കോടതിയും വിശദീകരണം തേടിയിട്ടുണ്ട്. ആ കാഴ്ച വടക്കാഞ്ചേരിയിൽ നിന്നാണെങ്കിൽ അങ്ങ് പത്തനംതിട്ടയിൽ തട്ടിപ്പ് കേസിൽ നേതാക്കളുടെ പങ്ക് പുറത്തുവരാതിരിക്കാൻ പോലീസിനെ ഉപയോഗിച്ച ഡിവൈഎഫ്ഐ നേതാവ് ജോയലിനെ മർദ്ദിച്ച കഥയാണ്. അതിനുശേഷം ജോയലിന് മരണം സംഭവിക്കുന്നു. ഇടുക്കി കട്ടപ്പനയിൽ കേട്ടത് കള്ളക്കേസിൽ കുടുക്കി 12 ദിവസം ജയിലിൽ കഴിഞ്ഞ വിദ്യാർത്ഥിയുടെ അനുഭവമാണ്. കോഴിക്കോട് വളയത്ത് അടിപിടി കേസിൽ വർഗീയത പറഞ്ഞുള്ള വിചിത്ര റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചെന്ന വാർത്തയും പുറത്തുവരികയാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനെത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കുള്ള വലിയ നിയമങ്ങൾ ആലോചിക്കുന്നുണ്ട്. തല്ലുകൊണ്ടും കള്ളക്കേസിൽപ്പെട്ടും ജനം വലയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേയില്ല. പോലീസ് അടിയേറ്റ പിണറായി വിജയൻ പഴയ കഥയാണ്. പുതിയ കഥ പിണറായി വിജയന്റെ പോലീസിന്റെ അടിയേൽക്കുന്ന ജനങ്ങളുടേതാണ്. പോലീസിന്റെ മനോവീര്യത്തിനപ്പുറം മറ്റൊന്നും പരിഗണിക്കാത്ത മുഖ്യൻ ആഭ്യന്തരം കൈയാളുമ്പോൾ പോലീസിനെ അഴിച്ചുവിട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസ്, ഗോവിന്ദൻകുട്ടി തൃശൂരിൽ മുഖം മൂടി അണിയിച്ചു കൊണ്ടുപോയ KSU നേതാവിന്റെ അച്ഛനാണ്, ഗണേഷിന്റെ അച്ഛനാണ് നമ്മോടൊപ്പമുള്ളത്. ഷാമില ബീവി ഖാസിം, പോലീസ് കള്ളക്കേസ് ചുമത്തിയ ഇടുക്കിയിലെ വിദ്യാർത്ഥി ആസിഫിന്റെ മാതാവ്. ആദ്യം ഞാൻ ശ്രീ ഗോവിന്ദൻകുട്ടിയിലേക്ക് പോവുകയാണ്. ശ്രീ ഗോവിന്ദൻകുട്ടി, അങ്ങയുടെ മകൻ ഗണേഷ് ആക്കൂറിനെ അടക്കം 3 വിദ്യാർത്ഥി നേതാക്കളെ KSU പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ച് കൈവിലങ്ങണിയിച്ചിട്ടാണ് കോടതിയിലേക്ക് കൊണ്ടുപോയത്. കോടതിയും അതിൽ രൂക്ഷമായി പ്രതികരിച്ചതായി കണ്ടു. ഇപ്പോൾ പോലീസിന് തിങ്കളാഴ്ച ഈ കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് കോടതിയിൽ. അങ്ങുണ്ടായിരുന്നു കോടതിയിൽ മകനെ കൊണ്ടുപോകുമ്പോൾ, അവിടെ അങ്ങേ കൂടി കണ്ടിരുന്നു. എന്താണ് ഈ അനുഭവത്തെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് പോലീസ് മകനോട് ചെയ്തത്? പോലീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രൂരമായ ഭാഷയിൽ സംസാരിക്കുകയും അവൻ ഗുണ്ടയാണ്. അത് മാത്രമല്ല, പിന്നെ അവനെ പോസ്കോ കേസിൽപ്പെടുത്തി ഞങ്ങൾ അകത്താക്കുന്നതാണ് പറഞ്ഞ് ഷാജഹാൻ. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞ ഷാജഹാൻ. അതെപ്പോഴാണ് പറഞ്ഞത്? അത് കഴിഞ്ഞ 22-ാം തീയതി, കഴിഞ്ഞ മാസം 22-ാം തീയതി, അന്ന് 4 ദിവസം റെഗുലറായി സ്ഥിരമായിട്ട് വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വരിക മാത്രമല്ല, ദേഹോപദ്രവം ചെയ്യിച്ചില്ല മാത്രമേ ഉള്ളൂ, ജനൽ ചില്ലുകളൊക്കെ തല്ലിത്തകർത്തു. അത് ഞങ്ങള് റിപ്പോർട്ടറും ചാനലുകാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണത്. എത്ര പോലീസുകാരുണ്ടായിരുന്നു? പോലീസ് ആദ്യത്തെ ദിവസം 4 ജീപ്പ് പോലീസാ വന്ന്, ACP അടക്കം. ഇത് SFI KSU സംഘർഷമല്ലേ ശ്രീ ഗോവിന്ദൻകുട്ടി? ഇത് SFI KSU സംഘർഷത്തിന്റെ കേസാണല്ലോ. SFI KSU സംഘർഷം. അതെ, അതിന് ഇവര് തൃശ്ശൂരിൽ നിന്ന് കമ്മീഷണർ വന്നു. പിന്നെ 4 ജീപ്പ് പോലീസ് വന്നു. എന്നിട്ടാ വീട് വളഞ്ഞ്, വീടിന്റെ ചുറ്റും വളഞ്ഞു നിന്നിട്ടാണ് ഉമ്മർത്ത് അവര് കഥ തട്ടിയത്. കഥ തട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്ന് തുറന്നു. ആരാന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളാണെന്ന് പറഞ്ഞു. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ പറയൂ പറഞ്ഞു. പോലീസാ പറഞ്ഞു. അങ്ങനെ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ACP അടക്കം 10-15 പോലീസുകാരെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത്. രാത്രി 2 മണിക്ക്. ഈ 2 മണിക്ക് ഇവർക്ക് വരാൻ പറ്റൂ? ഞങ്ങളും വയസ്സായ ഒരു തന്തിയും തള്ളിയും താമസിക്കുന്ന വീട്ടിലേക്ക് അവർ കയറി വരുന്നത്. എന്നിട്ടാ ഈ ഭീഷണി മുഴക്കുന്നത്. എന്നിട്ട് അപ്പൊ തന്നെ മകൻ അവിടെ ഉണ്ടായിരുന്നോ? വീട്ടിലുണ്ടായിരുന്നോ? ശ്രീ ഗോവിന്ദൻ? മകനില്ല, മകൻ ഇവിടുന്ന് ഒളിവിലാണ്. മകനെ കിട്ടിക്കഴിഞ്ഞാൽ
പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. മകൻ ഇവിടെ ഇല്ലായിരുന്നു. മകൻ ഇവിടെ നേരെ തൃശ്ശൂർ പോയി. ഈ സംഭവം കഴിഞ്ഞ ഉടനെ തൃശ്ശൂർ പോയി. അവിടുന്ന് അവൻ കോഴിക്കോട് പോയി. കോഴിക്കോട്ട് നിന്നാണ് ഇവര് പിടിച്ചത്. ശരി, മെനയാന്ന്. എന്നിട്ട് എത്ര നേരം വീട്ടിൽ പോലീസ് സംഘം ഉണ്ടായി? ഈ പറഞ്ഞ 4 ജീപ്പ് അവര് അരമണിക്കൂർ നേരം നിന്ന് അവര് വേഷം കെട്ടി കളിച്ചു ഇവിടെ നിന്നിട്ട്. വീടിനകത്തേക്ക് കയറിയോ? അതിൽ ACP ഉൾപ്പെടെ പെടും. അകത്ത് കയറില്ല. ഞങ്ങൾ മൂന്നാളും ഞങ്ങൾ മർത്തന്നെ കയറി നിന്നു. അതുകൊണ്ട് അവരകത്തേക്കൊന്നും കയറിയില്ല. വനിതാ പോലീസ് ഇല്ലായിരുന്നു ഇവര് വരുമ്പോ. അതുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ വിഷയാവില്ലേ? അങ്ങയോട് മോശമായി സംസാരിച്ചോ? താൻ പോയി പണി നോക്കണോ തന്ത. എന്റെ ഭാര്യയുടെ തന്തയ്ക്ക് വിളിച്ചു. മകളോട് പറയണ പോടി ഇരിക്കലേ, അകത്ത് പോയിരിക്കലേ പെണ്ണെ എന്നുള്ള ഭാഷകളൊക്കെയാണ് സംസാരിച്ചത്. അതിനുശേഷം വളരെ മോശമായിട്ട്. അതിനുശേഷം ഷാജഹാനാണ് സംസാരിച്ചത്. ഷാജഹാനാണ് സംസാരിക്കുന്നത്. ഷാജഹാൻ മാത്രമാണ് സംസാരിക്കുന്നത് അല്ലേ? ഷാജഹാൻ ശരിക്ക് സംസാരിച്ച് ഷാജഹാൻ മാത്രമാണ്, വേറെ ആരുമല്ല. ഷാജഹാനാ പറഞ്ഞ് എല്ലൊക്കെ ഊരുന്ന തന്റെ മകനെ കൈ കിട്ടിയാന്ന് പറഞ്ഞു. അതിനുശേഷം മകനെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ 4 തവണ പിന്നെയും കയറി ഇറങ്ങി ഇവിടെ. നിങ്ങളുടെ വീട്ടിൽ മാത്രമാണോ? ബന്ധു വീടുകളിലേക്കും പോയി? ഗേറ്റ് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ മതിയാൾ ബന്ധു വീടുകളിലേക്കും പോയി ഭീഷണിപ്പെടുത്തിയെന്ന് അങ്ങ് നേരത്തെ പറയുന്നത് പറഞ്ഞാൽ എന്റെ ചെറേമ്മടോടേക്ക് പോയി. എന്റെ വീടിന് നേരെ മുന്നിലാ ചെറേമ്മ. അവർ 80-85 വയസ്സായിട്ടുള്ളവരാണ് 2 പാർട്ടികള്. അവര് മാത്രമുള്ളൂടെ. അവിടെ ചെന്ന് ഗേറ്റും തട്ടി അവര് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു ഗണേശനെ ഇറക്കി വിട്. അപ്പൊ ഗണേശനെ ഞങ്ങൾ അറിയില്ല. അവര് പറഞ്ഞു ഞങ്ങൾ അറിയില്ല, ഇവിടെ ഇല്ല ഗണേശൻ എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ നേരെ പിന്നെയും വീട്ടിലേക്ക് വന്നു. മകനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം അറിഞ്ഞിട്ട് അങ്ങ് പോയതാണോ കോടതിയിൽ? അപ്പോഴാണോ ഈ മകനെ മുഖം മൂടിയിട്ട് കൊണ്ടുവരുന്ന കണ്ടത്? അതെ അതെ അതെ. മകൻ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര മണിക്ക് വരും, ആ സമയത്ത് വന്നാൽ കാണാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന സമയത്ത് മകൻ പറഞ്ഞത്, എന്നെ കണ്ടു പറഞ്ഞ അച്ഛൻ ഞാനൊക്കെ കൊലപ്പുള്ളിയാണ്, കൊല ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്, അതാണ് ഞങ്ങൾക്ക് ഈ ദുരവസ്ഥ ഉണ്ടായത്. ഒന്നും മിണ്ടണ്ടാവുന്നു. ഞാൻ പറഞ്ഞു അപ്പൊ അവരോട്, നിങ്ങൾ കയ്യാമ അഴിക്കരുത്, തലയിൽ മോമുടി അഴിക്കരുത്, പോലീസ് പറഞ്ഞാലും നിങ്ങൾ ചെയ്യരുത്, തട്ടിത്തെറിപ്പിച്ചോളൂ അവരെ. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോണം, മജിസ്ട്രേറ്റ് കാണട്ടേത്, അയാൾ വിധി പറയട്ടെ. മകൻ എത്ര വയസ്സുണ്ട്? മകന് 26 വയസ്സ്. കൂടെ ഉണ്ടായിരുന്ന മകൻ നിമിത്താണ് നമ്മൾ പറഞ്ഞോളൂ. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കോളേജ് വിദ്യാർത്ഥികളാണ്. ഒരാളെ ഒറ്റപ്പാലം പഠിക്കുന്നു, ഒരുത്തൻ കിളിമംഗലം കോളേജിൽ പഠിക്കുന്നു. മകൻ പഠിക്കുകയാണോ? മാം പഠിത്തം നിർത്തിയിട്ട് പഠിക്കാൻ കഴിവില്ല, ഇനി ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കിളിമംഗലം ഫാർമേഴ്സ് ബാങ്കിലെ ഡ്രൈവറായിട്ട് അവൻ ജോലി ചെയ്യുന്നു. ഈ സമരത്തിന്റെ ഭാഗമായത് എങ്ങനെയാണ്? ഈ അടിയുടെ തുടക്കം അറിയേണ്ടത്. പറഞ്ഞോളൂ. സമരത്തിന്റെ ഭാഗമായത് ഞാൻ പറയാം. മാളയിൽ ഒരു പരിപാടി ഉണ്ടായില്ലേ, മാളയിൽ പരിപാടി ഉണ്ടായില്ലേ, പറഞ്ഞോളൂ. KSUSFI ആയിട്ട് സംഘർഷം ഉണ്ടായില്ലേ. അതിന് ശേഷം ഇവൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് SFIക്കാര് 6-7 ആള് കൂടിയിട്ട് ഇവനെ തല്ലിയത്. ബാങ്കിന്റെ ഉള്ളിൽ കയറി തല്ലി. അതിനുശേഷം ഇവൻ ഒരു തിരിച്ചടി എന്നുള്ള എനിക്ക് ഒരുത്തനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ അവനെ തിരിച്ച്
തല്ലിയില്ല, തള്ളിയുള്ളൂ. അവനങ്ങനെ വീണു. എന്നിട്ട് ഈ മുഖം മൂടി ഇട്ട് എന്റെ മകൻ ഒരാളെ തല്ലാനോ പറഞ്ഞോളൂ മുഖം മൂടിയിട്ട് കൊണ്ടുവന്നതിനെ കുറിച്ച് പോലീസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ കോടതി കാണുന്നത്. അതെ, പോലീസ് എന്താണ് അതിന് പറഞ്ഞത്? പോലീസ് പറഞ്ഞത്, ഞാൻ പോലീസുകാരോട് സംസാരിച്ചില്ല, എന്നെ എല്ലാവരും കൂടി പിടിച്ച് മാറ്റി ചെയ്ത് ഞാൻ ബഹളുണ്ടാക്കുന്നു കണ്ടപ്പോ. ഈ മറ്റേ 2 കുട്ടികളുടെ മാതാപിതാക്കളൊന്നും പ്രതികരിക്കാത്തത് എന്താണ്? അല്ല, അവര് പ്രതികരിക്കാത്ത, അവർക്കൊന്നും ഒരു കഴിവില്ല. അവരൊക്കെ സാധാരണക്കാരെയും വെച്ച് സാധാരണക്കാരായി ജീവിക്കുന്നവരാണ്. ഇനിയിപ്പോ കോടതി എന്താണ് കോടതിയിൽ നടന്ന കാര്യങ്ങൾ അങ്ങ് കണ്ടിരുന്നോ ശ്രീ ഗോവിന്ദൻകുട്ടി? കോടതി പോലീസിനോട് ചോദിച്ചല്ലോ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. കേട്ടു. അതൊന്ന് പറയാമോ? അതെ. അപ്പൊ അവര് പറഞ്ഞു, ഷാജഹാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിലങ്ങി വെച്ചും മൂടിയിട്ടു എന്നാ പറഞ്ഞത്. കോടതി എന്നിട്ട് അതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണല്ലേ? ചോദിച്ചിരിക്കുകയാണ്. SHOയോട് തിങ്കളാഴ്ച ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊടുത്തിട്ടുണ്ട്, SP-ക്ക് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് തന്നെ നേരിട്ട് നോട്ടീസ്. ശ്രീ ഗോവിന്ദൻകുട്ടി, അങ്ങിപ്പോൾ കേരളത്തിൽ അങ്ങിങ്ങ് ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങളെ, ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ കസ്റ്റഡിയിൽ വെച്ച പോലീസ് മർദ്ദിച്ചതിന്റെ സുജിത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോ ഇപ്പോ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഈ സംഭവവികാസങ്ങൾ എന്താണ് സർക്കാരിനോട്, മുഖ്യമന്ത്രിയോട് അങ്ങേക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരനെയൊക്കെ വഷളായ മുഖ്യമന്ത്രി. ഇതുവരെ കേരളം, എനിക്ക് 75 വയസ്സായി, ഇന്ന് വരയ്ക്കും കേരളത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. ഇത്രയും വഷളായ ഒരു മുഖ്യമന്ത്രിയെ കണ്ടില്ല. മുഖ്യമന്ത്രി പത്രക്കാരുടെ മുന്നിലോ പത്രസമ്മേളനം വിളിക്കുക പോലും ചെയ്തിട്ടുണ്ടോ? ഇത്തരം ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടും അയാൾ അനങ്ങുന്നുണ്ടോ? അയാൾ അനങ്ങാപ്പാറ പോലെ നിൽക്കല്ലേ? അയാളൊരു മുഖ്യനാണോ? ശരി, ഒരു അച്ഛൻ്റെ സങ്കടമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക്, നിലപാടുകളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ഉമ്മയാണുള്ളത്. ഷാമില ബീബി ഖാസിൻ, പോലീസ് കള്ളക്കേസ് ചുമത്തിയ ഇടുക്കിയിലെ വിദ്യാർത്ഥി ആസഫിന്റെ അമ്മ. ഷാമില ബീബി, ഈ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? മകനെ കള്ളക്കേസിൽ ചുമത്തിക്കൊണ്ട് 12 ദിവസം ജയിലിൽ പാർപ്പിച്ചു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് ഈ കേസ്? ഈ കേസിനെ സംബന്ധിച്ച് ആസ്പദമായിട്ടുള്ള ആദ്യ സംഭവം ഉണ്ടാകുന്നത് മാർച്ച് 5 2024 മോന്റെ കൂട്ടുകാരൻ മോന്റെ ബൈക്കുമായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഓടിക്കാൻ എടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് ഈ സുനേഹ എന്ന് പറഞ്ഞ SI കട്ടപ്പന ടൗണിൽ വെച്ച് ആ കുട്ടിയെ പിടിക്കുകയും അവനെ പിടിച്ചുകൊണ്ട് പോയി അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും കള്ളക്കേസിട്ട് FIR ഇടുകയും ചെയ്തു. എന്റെ ഈ വണ്ടി ഇവര് വിട്ടു തരാതിരുന്നപ്പം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം സുനേഹ SIക്ക് ഇത് കോർട്ടിലോട്ട് കൊടുക്കാനും വയ്യ, എനിക്ക് തരാനും വയ്യാത്തൊരു ഈഗോ ക്ലാഷ് ഉണ്ടായി. ഇയാൾ 29 ദിവസം ഈ സ്റ്റേഷനിൽ ഇത് സൂക്ഷിച്ചു. 29 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് DYSP സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് സാറാണ് CAതോട് ഓർഡർ ഇട്ടിട്ട് എനിക്ക് വണ്ടി ഇറക്കി തരുന്നത്. ഈ വണ്ടി ഇറക്കി തന്നതിന് ശേഷം ഏപ്രിൽ 1-ാം തീയതിയാണ് ഈ വണ്ടി തരുന്നത്. ശേഷം ഇവർ ഏപ്രിൽ 25-ാം തീയതി നമ്മുടെ ഇലക്ഷന്റെ തലേന്ന് വൈകിട്ട് ഇരട്ടയാറ് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ മോൻ മുമ്പേ പാസ് ചെയ്ത് പോയി. കൂടത്തിലുണ്ടായിരുന്ന ഒരു മോനുണ്ടായിരുന്നു. അവനെ കാണാതായപ്പോഴത്തേന് ഇരട്ടയാറ് ടൗണിൽ നിർത്തി നോക്കി. അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് പോലീസുകാർ വണ്ടിയും ആൾക്കാരെയും കണ്ട് മോൻ അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലുമായിരുന്നു. ചെന്നപ്പോഴത്തേനും ഒരു കൂടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് എന്റെ മോന്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി SIയുടെ മുമ്പിൽ നിർത്തി. അപ്പൊ SI അവിടെ വലിയൊരു കള്ളത്തരം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ഇവന്റെ വണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പൊ മോൻ പറയുന്നുണ്ട്, ഞാനല്ല സാറേ, എന്റെ കൂട്ടുകാരന്റെ കയ്യിലായിരുന്നു വണ്ടിന്ന്. കേരടാന്ന് പറഞ്ഞിട്ട് മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് എന്റെ മോനെ ജീൻസിന്റെ ബക്കളേനും കൂട്ടി പിടിച്ചിട്ട് വണ്ടിക്കകത്ത് ഇടിച്ച് തള്ളുമായിരുന്നു. പിന്നെ അവിടുന്ന് ഫോൺ എടുക്കാനൊന്നും അനുവദിക്കാതെ സ്റ്റേഷനിൽ കൊണ്ട് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇറക്കി CCTVയുടെ ദൃശ്യത്തിൽ തന്നെ മോനെ അടിക്കുന്നുണ്ട്. അവിടുന്ന് ഫയൽ റൂമിൽ കയറ്റിയിട്ട് ഡ്രസ്സ് മൊത്തം അഴിച്ച് എന്റെ മോനെ ഉപദ്രവിച്ച് ശേഷം അണ്ടർവെയറോടുകൂടി മാത്രം എന്റെ മോനെ ലോക്കപ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി ഒരു 5 മിനിറ്റോളം. ശേഷം കൊണ്ട് ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് രാത്രിക്ക് മൊത്തം ഹാൻഡ് കപ്പ് ഇട്ട് കെട്ടി എന്റെ കുഞ്ഞിനെ അവിടെ ഇട്ടു. ഒന്ന് അനങ്ങാൻ പോലും ഒന്നും ആകാതെ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾക്കാർ വിട്ടൊന്ന് കാണിക്കാൻ കൂട്ടാകാതെ കൊലപ്രതികളെ പോലും ഇതുപോലെ ചെയ്യത്തില്ല. ആ രീതിക്ക് ഇയാളുടെ ഈഗോ എന്റെ മോന്റെ മേലെ അടിച്ചേൽപ്പിച്ചു.
ഇതെല്ലാം കേട്ട് ഈ കള്ളക്കഥ മെനഞ്ഞ് കെട്ടുകഥയാണെന്ന് അറിഞ്ഞിട്ട് പോലും CI എന്റെ മോനോട് ഒരു അന്വേഷണം നടത്താതെ 12 ദിവസം പോസ്റ്റൽ സ്കൂളിലേക്ക് റിമാൻഡ് ചെയ്തു. ഈ കേസുകളെല്ലാം തെളിഞ്ഞിട്ടും ഇതുവരെ ഈ FIR പോവുകയോ അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഈ കള്ളക്കേസ് എടുത്ത ഈ SIക്കും ഡ്രൈവർ മനു, അയാൾ കയ്യിൽ വലിയ കെട്ടൊക്കെ കെട്ടിയാണ് ന്യൂസ് ചാനൽ അന്ന് കൊടുത്ത് എന്റെ മോൻ ഇടിച്ച് തെറിപ്പിച്ചാന്നൊക്കെ പറഞ്ഞിട്ടാണ് FIR വീണത്. അപ്പം ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഈ 2 പോലീസുകാർ, ഈ CPO മനുവിനെയും SI സുനേഖനെയും സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. കള്ളക്കേസ് എടുത്ത് CIക്കെതിരെ പിന്നെ സസ്പെൻഡ് ചെയ്തിട്ട് അയാളെ അന്വേഷണത്തിന് വിധേയമാക്കണം. ഇതാണ് എന്റെ ആവശ്യം. എന്റെ മോന്റെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുകയാണ് ഇപ്പോ 2 വർഷമായി. ഇതിനിടയ്ക്ക് നമ്മളോട് സെറ്റിൽമെന്റിന് വീട്ടിൽ വന്നു. ലക്ഷങ്ങൾ നമ്മുടെ വീട്ടിൽ, എന്റെ കസിൻ ബ്രദർ ഫോറസ്റ്റ് ഓഫീസറാണ്, ആളുടെ വീട്ടിൽ 3 തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് സെറ്റിൽമെന്റ് സംസാരിച്ചു. നമ്മൾ അതിന് പോയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഒറ്റ ഇതിലാണ് നമുക്ക് റിപ്പോർട്ടുകൾ മൊത്തം കിട്ടിയേക്കുന്നത്. അതിൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണെങ്കിലും കള്ളത്തരങ്ങളുണ്ട്. അതായത് ഈ പോലീസ് വാഹനത്തിലിരുന്ന മറ്റൊരു പോലീസുകാരന്റെ മൊഴി എന്ന് പറയുന്നത് വാഹനം 2 ബൈക്കുകളും അമിത വേഗത്തിലല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അമിത വേഗത്തിലായിരുന്നു എന്നും ഹെൽമെറ്റ് ഇല്ലെന്നും നമ്പർ പ്ലേറ്റ് ഇല്ലെന്നും വെച്ചുള്ള വകുപ്പുകളാണ്. MB ആക്ട് ആണ് ഇപ്പം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയേക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരി വെച്ച ദൃശ്യവും നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും കള്ളത്തരങ്ങൾ ദൃശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്, മൊബൈൽ എടുത്തിട്ടുണ്ട്? ഉണ്ട്, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അതന്നെയല്ല, പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടല്ലോ, മോനെ ഫയൽ റൂമിൽ കയറ്റിയതും ഫ്രണ്ടിൽ നിന്ന് അടിച്ചതും ഉപദ്രവിച്ചതും ഒക്കെ അവരുടെ റിപ്പോർട്ടിനകത്തുണ്ട്. ഇതൊന്നും പിന്നെ മോൻ ഒരു കാരണവശാലും മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ ഡോക്ടറുടെ മുമ്പിലോ മോനെ ഉപദ്രവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോസ്റ്റൽ സ്കൂളിൽ എന്റെ കാക്കനാട്ടേക്ക്, എന്റെ നാട്ടിലേക്കാണ് നിന്നെ റിമാൻഡ് ചെയ്യുന്നതെന്ന് ഇയാള് ഭീഷണിപ്പെടുത്തി. ഒരു സ്റ്റേഷനകത്ത് നിരപരാധി എന്റെ കുഞ്ഞിതാ അനുഭവിക്കുമ്പോൾ അന്ന് 18 വയസ്സും മാസങ്ങളെ പ്രായമുള്ളൂ. അവൻ ഭയന്നിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. ജയിലിൽ പോയി കിടന്നിട്ട് അവിടെ നിന്ന് 2ാമത്തെ ദിവസം പനി കൂടി വളരെ ബുദ്ധിമുട്ടായിട്ട് അവിടെ പറഞ്ഞപ്പോഴത്തേന് അവര് പറഞ്ഞു, ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, ഗുളികകൾ കൊടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇലക്ഷന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ആൾക്കാരെല്ലാം പോയതുകൊണ്ട് ഇവിടെ ആരും കൊണ്ടുപോകാനില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ മെഡിസിൻ കൊടുത്ത് അവിടെ നിർത്തുമായിരുന്നു ചെയ്തത്. ചെയ്തില്ലെങ്കിൽ എന്റെ മോനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് മനഃപൂർവ്വം എന്റെ മോനെ റിമാൻഡ് ചെയ്യാൻ ഈ CI കൂട്ടുനിന്നത്. അച്ഛനില്ലാത്ത മോനാ. എന്തോ പരാതിയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നിലവിലുള്ള പരാതി ഇപ്പം ഇവരുടെ FIR നിലനിൽക്കുവാണല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിന്റെ വിധി എന്താണെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇത് കള്ളക്കേസാണ് എന്നുള്ള പരാതി കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസായിട്ട് നമ്മൾ കൊടുത്തിട്ട് അവര് നമ്മൾ മൊഴിയെടുക്കാൻ ഇതിനൊന്നും തയ്യാറായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ മൊഴിയെല്ലാം മോനെ വിളിച്ചെടുത്തേക്കുന്നത്. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ മാത്രമാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. മറ്റേത് മൊഴി എടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല അല്ലേ? മനുഷ്യാവകാശ കമ്മീഷന് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം SPക്കും എല്ലാവർക്കും കൊടുത്തിരുന്നു പരാതി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് ഇത് കള്ളക്കേസാണെന്നും MB ആക്ട് മാത്രമുള്ളെന്നും പറഞ്ഞ് ഇത് വന്നേക്കുന്ന കുറ്റപത്രം കൊടുത്തേക്കുന്ന കോടതിക്ക്. ഇപ്പൊ നിലവിൽ മോനൊരു PCC വെച്ചിട്ട് പോലും ഈ FIR നിലനിൽക്കുന്നുണ്ട്. PCCയും ഇതായി റിജക്റ്റ് ആയി നിൽക്കുകയാണ്. മകൻ എന്താ പഠിക്കുന്നത്? മോൻ +2ന്റെ ലാസ്റ്റ് രണ്ട് എക്സാം ഉണ്ടല്ലോ, ആ ടൈമിനാണ് മോന്റെ കൂട്ടുകാരൻ ഈ ബൈക്കിംഗ് കൊണ്ട് പോകുന്നത്. അന്ന് രാത്രി തലേന്ന് ഈ ബൈക്കിന് വേണ്ടി കരഞ്ഞ് ഒരുപാട് 1 മണി വരെയോളം ഈ സ്റ്റേഷനിൽ നിന്നിട്ട് ഈ CIയും ഈ SIയും അന്ന് എന്റെ മോനെ ഒരുപാട് അനാവശ്യവും ചീത്തകളും വിളിച്ച് ഇറങ്ങി പോടാന്ന് പറഞ്ഞ് രാത്രി 1 മണിക്ക് ഇറക്കി വിട്ടു. LKG തൊട്ട് +2 വരെ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച എന്റെ മോൻ ഒരു വിഷയത്തിന് പോലും അന്ന് വരെ തോറ്റിട്ടില്ല. അതിനുശേഷം ഈ 2 എക്സാം അവന് ഫെയിൽ ആയി പോയിരിക്കുകയാണ്. ഇതുവരെ അവന്റെ മാനസികാവസ്ഥ ശരിയാവുമോ, അവനൊന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയോ ആയിട്ടില്ല ഇതുവരെ. എന്തൊരവസ്ഥയാണ് ശ്രീ റെജി ലൂക്കോസ്, അങ്ങേക്ക് പ്രതികരിക്കാം. തീർച്ചയായിട്ടും ഇവിടുത്തെ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് വടക്കാഞ്ചേരിയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുള്ള വിഷയത്തിൽ ഇവിടെ ഇപ്പം പോലീസിനെ പഴിച്ചുകൊണ്ട് ചർച്ച നടന്ന ബഹുമാനപ്പെട്ട പിതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. ബസ്സുകൾ പോലും പുറത്തു പറയാൻ, കാരണം വന്ധ്യവയോധികനായ ഒരു പിതാവാണ്. ഈ ചെറുപ്പക്കാരൻ KSUവിൻ്റെ പ്രവർത്തകനാണെന്നും KSUവിൻ്റെ പ്രവർത്തകനെ സംഭവ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് മുഖംമൂടി അണിയിച്ച് വിലങ്ങണിയിച്ച് ജയിലിൽ പാർപ്പിച്ചത്, അല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയതായിരുന്നു ഇന്ന് ഉച്ചവരെയുള്ള വാർത്തകളെല്ലാം നിങ്ങളെല്ലാം പുറത്തുവിട്ടത്. കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ രോഷം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. വിദ്യാർത്ഥികളെ
വിദ്യാർത്ഥി സംഘർഷങ്ങളും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സമരങ്ങളൊക്കെ പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നതാണ്. പക്ഷേ അതിനെ ഈ രീതിയിലാണ് ഒരു പോലീസ് കൈകാര്യം ചെയ്യുന്നുള്ളൊരു അമർഷം ഉണ്ടായിരുന്നു. പക്ഷെ വസ്തുതകൾ പിന്നീടാണ് പുറത്തു വരുന്നത്. ഈ ചെറുപ്പക്കാരനൊരു വിദ്യാർത്ഥിയല്ല. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാഭ്യാസം നിർത്തിവെച്ചു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അയാൾ ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യുന്ന അയാൾക്ക് എങ്ങനെയാണ് ഒരു KSE പ്രവർത്തകന്റെ പരിവേഷത്തിൽ ഈ സംഭവ സ്ഥലത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എങ്ങനെ അയാൾക്ക് സാധിച്ചു? അവിടെ ആ ചോദ്യത്തിന് നിങ്ങൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? KSU പ്രതിഷേധത്തിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളത് അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ 26 വയസ്സുകാരനായ ഈ യുവാവ് KSU പ്രവർത്തകനല്ല, കോളേജിൽ പഠിക്കുന്നില്ല. ശരി, ഇനിയിപ്പോൾ ആ വഴിക്ക് പോകുന്ന ഇടയ്ക്ക് പോലീസ് ആ കൂട്ടത്തിൽ മർദ്ദിച്ച് ഈ കേസിൽ പെടുത്തിയതാണെങ്കിലോ ആ കേസിന്റെ ന്യായങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ഈ കേസിൽപ്പെട്ട 3 പേരുടെയും ഈ മർദ്ദിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും SFI KSU സംഘർഷത്തിൽ പങ്കെടുത്ത 3 പേരുടെയും പേര് വിവരങ്ങളുണ്ട്. ആ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ രൂപത്തിൽ മുഖംമൂടി അണിയിച്ച് കൊണ്ടുപോവുക? കോടതിക്ക് പോലും തോന്നാത്ത കാര്യങ്ങളാണല്ലോ അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത്. കോടതി പറഞ്ഞത് ഇതിൽ വിശദീകരണം നൽകണമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുഖംമൂടി അണിയിച്ച് കൈവിലങ്ങ് അണിയിച്ച ഏത് തരം പ്രതികളെയാണ് കോടതിയിൽ ഹാജരാക്കാറ് ശ്രീ റിജു ലൂക്കോസ്? അല്ല സ്മൃതി, എൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മിക്കവാറും ചാനലുകൾ, മാധ്യമങ്ങൾ ഈ ചെറുപ്പക്കാരനെ അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ആദ്യം പറയും, ഇയാൾ KSE പ്രവർത്തനായിട്ടല്ലേ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിന് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ കാര്യത്തിന് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഇയാൾ KSU പ്രവർത്തനമല്ല. അപ്പൊ ഇയാളുടെ തൊഴിലെന്താണ്? എന്തിനാണ് ഇയാൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ഹാജരായത്? ഇയാൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാ. അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് വരെ ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വിദ്യാർത്ഥികളുടെ പരിരക്ഷ നൽകിക്കൊണ്ട് നിങ്ങൾ ഈ വാർത്തകൾ ചമച്ചത്? കേരള പോലീസിനെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു CAയും നരാധമനാണെന്നോ അയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2-2:30 വരെ ഞങ്ങളൊക്കെ വിചാരിച്ച അങ്ങനെയാണ്. ബസ്സുകൾ പുറത്തു വന്നപ്പോൾ ഇളന്തിന് അവിടെ പോയത് ഗുണ്ടായുസം കാണിക്കാൻ പോയതാണ്. പക്ഷേ ശ്രീ ഗോവിന്ദൻകുട്ടി പറയുന്നുണ്ട് മകന്റെ ഓഫീസിലേക്കും ചെന്നിട്ട് പോലീസ് അതിക്രമം കാണിച്ചു എന്ന്. ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ KSU അല്ലാത്ത ഒരാൾ KSUവിന്റെ പ്രതിഷേധത്തിൽ എന്തിനു പങ്കെടുത്തു ശ്രീ ഗോവിന്ദൻകുട്ടി? അതാണ് ഇപ്പോൾ ശ്രീ റിജു ലൂക്കോസ് ചോദിക്കുന്നത്. മകൻ KSUവിന്റെ ഭാഗമല്ല എങ്കിൽ ആ പ്രതിഷേധത്തിൽ എങ്ങനെയാണ് മകന് പങ്കെടുക്കാനാവുക? അങ്ങേക്ക് പറയാമെങ്കിൽ. അവൻ 2 കൊല്ലം അവൻ പഠിപ്പ് നിർത്തി 2 കൊല്ലം ആയിട്ടുള്ളൂ. അവൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം അതിന്റെ മുന്നത്തെ കൊല്ലം കൊണ്ടാണ് അവന്റെ റിസൾട്ട് വന്നത്. ഈ മാളയിലൊരു പരിപാടി നടന്നു. അവിടെ SFI KSU സംഘർഷം ഉണ്ടായി എന്നും പറഞ്ഞിട്ട് എന്റെ മകൻ അവിടെ പങ്കെടുത്തു എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ 7-8 പേര് കൂടിയിട്ട് ബാങ്കിന്റെ ഉള്ളിൽ കയറി തല്ലിയത്. റെജി ലൂക്കോസ് അപ്പൊ എവിടെയായിരുന്നു? റെജി ലൂക്കോസിനെ എനിക്ക് നല്ലോണം അറിയാം. റെജി ലൂക്കോസ് വളച്ചൊടിച്ച് പറയാൻ നല്ല കഴിവുള്ള മാന്യനാണ്. അല്ല ശ്രീ ഗോവിന്ദൻകുട്ടി, മകൻ അപ്പോൾ ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണോ പറയുന്നത്? ഉണ്ടായിരുന്നില്ല. അന്ന് ബാങ്കിൽ ജോലി ചെയ്യാണ്. അത് അന്വേഷിക്കട്ടെ ആദ്യം. അത് നിങ്ങൾ അന്വേഷിക്കൂ. ഇത് ഒന്നുമില്ലാണ്ട് അവന് ഈ കോളേജിലേക്ക് ചെന്ന് അവൻ സ്റ്റുഡൻസിന്റെ കൂടെ ചെന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പിലും മറ്റുള്ളതിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. അവൻ പ്രവർത്തിച്ച് 2-3 കോളേജ് അവൻ ഇവരെ കസ്റ്റഡിയിലാക്കി. ആ വൈരാഗ്യമൊക്കെയാണ് ഇവനോട് തീർക്കുന്നവര്. കേട്ടല്ലോ ശ്രീ റിജു ലൂക്കോസ്, അങ്ങേക്ക് പറയാം. KSU ഞാൻ കേട്ടെന്ന് മാത്രമല്ല, എന്നോടാ ചോദ്യം. ഞാൻ കേട്ടെന്ന് മാത്രമല്ല, ആ വന്ധ്യവൈദ്യനായ പിതാവ് അതിന്റെ ബസ്സുകൾ ഇപ്പം ചോദ്യത്തിന് മറുപടി പറയുകയും ചെയ്തു. ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൊടുത്ത വാർത്തകൾ കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. 2 വർഷമായിട്ട് വിദ്യാർത്ഥി അല്ലാന്ന് അദ്ദേഹം പറയുന്നു. വിദ്യാർത്ഥി അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണെന്ന് ഇങ്ങനെ ഒരു പരിവേഷം കിട്ടുന്നത്? വിദ്യാർത്ഥിയല്ലാത്ത ഗോകുലിനെ അങ്ങോട്ട് ചെന്ന് മർദ്ദിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. എന്തായാലും ആ സംഘർഷത്തിന്റെ ഭാഗത്ത് ആ വഴി കൂടി പോയിട്ടുണ്ടാകാം. മുൻ KSU പ്രവർത്തകൻ, 1 കൊല്ലം മുമ്പ് വരെ KSU പ്രവർത്തകരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചോരത്തിളപ്പുണ്ടായിട്ടുണ്ടാകാം, ഈ സംഘർഷം ഉണ്ടായിട്ടുണ്ടാകാം. ഇതൊക്കെ തന്നെ ശരിവെക്കുന്നു ശ്രീ റിജു ലൂക്കോസ്. KSUക്കാരനല്ലാത്ത ഒരു യുവാവ് KSU പ്രവർത്തനം കഴിഞ്ഞ ശേഷം എന്തിനവിടെ വന്നു എന്ന ചോദ്യം അത് ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണോ? ഇനിയിപ്പോ KSUക്കാരനല്ല എങ്കിൽ മുഖംമൂടി അണിയിച്ചിട്ടാണോ കൊണ്ടുവരേണ്ടത്?
അല്ല, അവിടെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടില്ല. പോട്ടെ, ഇപ്പൊ ജനം കേട്ട് കഴിഞ്ഞ് വസ്തുതകൾ. ഇനിയിപ്പം സ്മൃതി എങ്ങനെ ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം 2 വർഷം എന്ന് പറഞ്ഞു, സ്മൃതി അത് 1 വർഷമാക്കി കുറച്ചു കൊടുത്തു. ആ സബ്സിഡി കൊടുത്തോളൂ, ദർ ഇസ് നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞല്ലോ, ആ കൂടെ അറസ്റ്റ് ചെയ്തവർ പറയണ്ടേ? അദ്ദേഹം പറഞ്ഞ സമരത്തിന് പോയില്ലെന്നാ ഇപ്പം പറഞ്ഞു, ആ പിതാവ് പറഞ്ഞു. കൂടെയുള്ളവരെന്തുകൊണ്ട് പിന്നെ ഇയാൾ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല? അവരെ അതുപോലെ തന്നെ സ്റ്റേഷൻ കയറ്റിയതല്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് തെറ്റുകാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നു പറഞ്ഞവരെ എന്നെ പോലുള്ളവർ ഈ ചർച്ചകളിലൊക്കെ, സ്മൃതിയോടൊപ്പം പങ്കെടുത്ത ചർച്ചകളിലും പ്രത്യേകിച്ച് ശ്രീജിത്തിനെ അപമാനിച്ച് ഇവരൊക്കെ പിരിച്ചുവിടുന്ന നിലപാട് പറയാം ഞങ്ങള്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇപ്പൊ ഇതൊരു ട്രെൻഡാ. സകല ക്രിമിനലുകൾക്കും അഴിഞ്ഞാടാം, ഒരു പോലീസുകാരൻ ചോദ്യം ചെയ്യാൻ പാടില്ല. അഴിഞ്ഞാടിയിട്ട് എവിടെയും പോയി സുരക്ഷിത അവിടുത്തെ പോവാം. പോലീസുകാർ അടങ്ങി ഒതുങ്ങി പോലീസ് സ്റ്റേഷനിൽ ഇരുന്നോളാം. ആ ക്രിമിനലുകളുടെ മുഖത്ത് നോക്കിയാൽ പോലും ഇവിടെ മാധ്യമ വിചാരണ നേരിടേണ്ടി വരും, സർക്കാരിനെതിരെ വിചാരണ നേരിടുന്ന ഭാഷയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതുവരെയുള്ള മുഴുവൻ നാടകങ്ങളും ആവശ്യപ്പെട്ടെന്താണ്? കോടതികളിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിച്ചെന്താ? ആ പോലീസുകാരെ മുഖംമൂടി ഇട്ടു, സമ്മതിച്ചു. കൈവലം കിട്ടു, സമ്മതിച്ചു. പക്ഷേ അവരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുഖംമൂടി ഇട്ടിരിക്കുന്നത്? ആ ചോദ്യം അവിടെ പ്രസക്തമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ കം ടു ദ പോയിന്റ്, ഹൂ ഈസ് ദിസ് മാൻ? അയാളുടെ വിദ്യാർത്ഥിയല്ല. പോയിന്റ് അല്ല അങ്ങേക്ക്. അതായത് വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റിലായവരെ ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ല. അയാൾ ഇപ്പോൾ KSU പ്രവർത്തകനാണോ? നേരത്തെ ആയിരുന്നയാൾ എങ്ങനെയാണ് ഇപ്പോൾ KSU സംഘർഷത്തിൽ വന്നത് എന്നതാണ് അങ്ങയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഒരാൾക്കല്ല, 3 പേർക്കുണ്ടായിരുന്നു മുഖംമൂടി, 3 പേർക്കുണ്ടായിരുന്നു കൈവിലങ്ങ് എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി പറയുന്നു തിങ്കളാഴ്ച വിശദീകരണം നൽകണം. ഞാൻ അങ്ങേലേക്ക് വരാം. ഞാൻ ഇടവേളയ്ക്ക് ശേഷം അടുത്ത ശ്രീ ശ്രീകുമാറിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെ 3 പേരെയാണ് അവിടെ കോടതിയിൽ ഹാജരാക്കിയത്. അവരെയാണ് മുഖംമൂടി ഇട്ടുകൊണ്ട് കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഗണേഷ് ഒരു KSU പ്രവർത്തകൻ അല്ല. KSU പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് 26 വയസ്സായ ഒരു യുവാവാണ്. അപ്പോൾ ആ സംഘർഷത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി റിജി ലൂക്കോസ് ഉന്നയിക്കുന്നത്. നോക്കൂ ശ്രീമതി സ്മൃതി, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും, KSUക്കാരും SFIക്കാരും ABVPക്കാരും വിദ്യാർത്ഥി നേതാക്കാരും എല്ലാവരും ഉറ്റുനോക്കുന്നത് വടക്കാഞ്ചേരിയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് തിങ്കളാഴ്ച. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖംമൂടി അണിയിച്ച് കൈവിലങ്ങ് അണിയിച്ച് കോടതി കൊണ്ടുപോകുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ. കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കീഴിൽ ആദ്യമായിട്ട് മുഖംമൂടി അണിയിച്ച് തീവ്രവാദികളെ കൊണ്ടുപോകുന്ന പോലെ കോടതിയിലെത്തി. അതുകൊണ്ടാണ് കോടതി ചോദിച്ചത്. എല്ലാവരും കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ആ കോടതിയിലേക്കാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോഴും. അദ്ദേഹം ഇടക്കാലത്ത് താൽക്കാലികമായിട്ടൊരു ബാങ്കിൽ എന്തോ ജോലിക്ക് കയറി. മാളയിലത്തെ ഒരു വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച കഥകളൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാൾ, കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്, KSUക്കാരനാണ്. അദ്ദേഹം എന്താണ് പഠിക്കാൻ പോകുന്നത്, പ്രൈവറ്റായിട്ടാണോ പരീക്ഷ എഴുതാണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ വരുന്ന വിഷയമാണ്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ കേരളത്തിലെ KSUവിൻ്റെ ചരിത്രത്തിൽ 26 വയസ്സ് വരെയൊക്കെ സുന്ദരമായിട്ട് 26, 27 വയസ്സ്, 28 വയസ്സ് വരെ പ്രവർത്തിക്കാം. അതെ, KSUവിൽ മാത്രമല്ല മറ്റ് വിദ്യാസങ്ങളിലൊക്കെ പ്രവർത്തിക്കാം. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രായം കൊണ്ട് അവസാനിക്കുന്നതല്ല. 30 വയസ്സിലും വേണമെങ്കിൽ ഈ പ്രായത്തിൽ അയാൾക്ക് MAക്ക് രജിസ്റ്റർ ചെയ്യാം. അതൊക്കെ നമ്മുടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ചർച്ചാ വിഷയം എന്താണ്? വിദ്യാർത്ഥികളെ മുഖംമൂടി അണിയിച്ച കേരളത്തിലെ പോലീസിൻ്റെ കാര്യമാണ്. ഇവിടെ സ്മൃതിയുടെ ഇതിൻ്റെ ഹെഡിങ് അഴിച്ചു വിട്ടു എന്നുള്ളതാണ്. അഴിച്ചു വിട്ടിട്ടുണ്ട്. എങ്ങനെ? ഒരു തലത്തിലേക്ക് മാത്രം. പിടുത്തമുണ്ട്. എങ്ങനെ? വേറൊരു തലത്തിലേക്ക്. അതായത് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ ഈ ഗവൺമെൻറ് ഈ പോലീസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിടുത്തമുണ്ടല്ലോ, അഴിച്ചു വിട്ടിട്ടില്ലല്ലോ. അഴിച്ചു വിട്ട് എവിടേക്കാണ്? ഇവിടെ നിഷ്കളങ്കനായ ഒരു അച്ഛനാണ് സംസാരിച്ചത്. ഗോവിന്ദൻകുട്ടി, നിഷ്കളങ്കനായ ഒരു അച്ഛൻ, ഒരു നിരപരാധിയായ കുട്ടിയുടെ അമ്മയാണ് ആ സഹോദരി. ഇവർ പറയുന്നത് എന്താണ്? ഇത് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴേ സ്മൃതി ഇതിൻ്റെയൊക്കെ ഇത് അറിയുള്ളൂ. പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരെന്തും ചെയ്യുമെന്ന് വ്യക്തമല്ലേ? ആ കുന്നംകുളം കേസാണല്ലോ എല്ലാത്തിൻ്റെ മൂല കാരണം. പോക്സോ കേസിൽ പെടുത്തുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭീഷണി. ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോഴത്തെ ഈ വടക്കാഞ്ചേരി സിയെ അദ്ദേഹം മുൻപ് കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട് അത്രേ വിദ്യാർത്ഥികളെ. അപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സ് മാറിപ്പോകുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാസിസത്തിനെതിരെയും പോലീസിനെ ചില എന്താ പറയുക പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെയും പ്രസംഗിച്ച് നടക്കുന്ന ആ പാർട്ടി ഭരിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ അത് പോലീസിൻ്റെ നയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അഴിച്ചു വിടുക എന്ന് പറയുമ്പോൾ ഒരു പിടുത്തമുണ്ട് ചില കാര്യങ്ങളിൽ, അത് ഒത്തുതീർപ്പിൻ്റെ കാര്യങ്ങളാണ്. അവിടെയാണ് ഈ പണം കൊണ്ടൊക്കെ പോകുന്നത് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ KSUക്കാരെ മുഖം മൂടി അണിയിക്കുമ്പോൾ KSU SFI സംഘർഷമാണ്. രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു കൂട്ടരെ മാത്രം പിടിച്ച്, പ്രതിപക്ഷത്തുള്ളവരെ മാത്രം പിടിച്ച് മുഖംമൂടി അണിയിച്ച് വിലങ്ങണിയിച്ച് കൊണ്ടുവന്ന് എന്താ അർത്ഥമുള്ളത്? നേരത്തെ ഇതുപോലെ പത്തനംതിട്ടയിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വിലങ്ങണിയിക്കാൻ ഒളിച്ചു നിന്ന് പോലീസ് കൈ വിലങ്ങ് പിന്നിൽ വെച്ചുകൊണ്ട് അപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് അത് കണ്ടെത്തി പിടിച്ചു. ഇവർക്ക് എന്താ ഇത്ര വാശി KSUവിനെ യൂത്ത് കോൺഗ്രസിനെ വിലങ്ങണിയിക്കണമെന്ന്? അപ്പോൾ ഇത് വിലങ്ങണിയിക്കുക, ഇത് രാഷ്ട്രീയ സമരമാണിത്. രാഷ്ട്രീയ സമരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം, SFIക്കാരും പങ്കെടുക്കും. പക്ഷേ സങ്കടകരമായ വസ്തുത SFIക്കാരും മിണ്ടുന്നില്ല ഈ വിഷയത്തിൽ. അവർ പറയണ്ടേ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ മുഖം മൂടി അണിയിക്കാൻ പാടില്ലെന്ന് അവർ പറയണ്ടേ? മറ്റ് AISF പറയണ്ടേ? CPIയുടെ വിദ്യാർത്ഥി വിഭാഗം വേണ്ട, മുന്നണി ഘടകകക്ഷികൾ പറയണ്ടേ? ഞാൻ പറയുന്നത് കേരളത്തിലെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് നല്ലൊരു അവസരമാണിത് പുറത്തു വരാൻ. ഇതുപോലെ വൃത്തികെട്ട പോലീസ് നയം കൊണ്ടു നടക്കുന്ന മൊത്തം പോലീസ് അതിക്രമം നോക്കൂ സ്മൃതി, ഈ ഭരണം എത്രയും പെട്ടെന്ന് അവസാനിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ രണ്ട് പ്രതിനിധികളാണ് ഈ ചർച്ചയിൽ. ഒന്ന് ശ്രീ ഗോവിന്ദൻകുട്ടി, ഒന്നാ സഹോദരി. ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ അനുഭവം കേരളത്തിലെ മൊത്തം അമ്മമാരുടെയും അച്ഛന്മാരുടെയും അനുഭവമാണ്. ആ സുജിത്തിൻ്റെ കേസ് ഇപ്പോഴും അറിയാമല്ലോ, ആർക്കടി കിട്ടിയാലും പോലീസ് ക്രൂരത. SFIയുടെ അറിയാമല്ലോ, കൊല്ലത്തെ ആ 2 മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. ആ SFIയുടെ DYFIയുടെ സുഹൃത്ത് ജോയൽ, അത് ഒരു മിണ്ടാട്ടവും ഇല്ല ആർക്കും. അപ്പം ആരെ അടിച്ചു കൊല്ലാം, ആരെയും വിലങ്ങ് വയ്ക്കാം, ആരെയും മുഖം മൂടി ധരിപ്പിക്കാം. ഇതെന്തൊരു പോലീസാണിത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പോലീസ് ഭരണത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ അവിടെ പോലീസ് മേധാവിയായിട്ട് KJ ജോസഫിനെ നിയോഗിച്ചു. കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർത്തു, ഘടകകക്ഷികൾ എതിർത്തു. എന്താ കാരണം എന്നറിയാമോ? അവർക്ക് ഇത് രാഷ്ട്രീയ ഇടപെടൽ അനുവദിക്കില്ലെന്ന് AK ആന്റണി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ഇടപെടൽ പോലീസിന് അനുവദിക്കില്ല, സ്ഥലം മാറ്റത്തിൽ ഇടപെടാൻ പോലീസിനെ രാഷ്ട്രീയ കക്ഷികളെ അനുവദിക്കില്ല എന്ന് AK ആന്റണി പ്രഖ്യാപിച്ചു, KJ ജോസഫിനെ DGP ആക്കിക്കൊണ്ട്. ഈ നാട്ടിലെ മലബാർ കലാപം, നാദാപുരം, വടകര, കൂത്തുപറമ്പ് ഭാഗത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അന്ന് തീർന്നു. മനസ്സിലായല്ലോ എങ്ങനെയാണ് തീർന്നത്? നാദാപുരം കലാപമൊക്കെ ഈ പോലീസിന് കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ടാണ്. കലാപം അവസാനിപ്പിച്ചു അവിടെ. അതിനുശേഷം ഹോർമിസ് തരകൻ വന്നു DGP ആയിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇപ്പം എന്താ പ്രശ്നം? തലപ്പത്തിരിക്കുന്നവരുടെ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് എന്ത് ചെയ്യും? അവരഴിഞ്ഞാടും. അങ്ങനെ അഴിഞ്ഞാടുമ്പോൾ അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. അഴിച്ചുവിടുന്നത് ഒരു ഭാഗത്തേക്കാണ്, മറുഭാഗത്ത് പിടുത്തമുണ്ട്. ആ പിടുത്തം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഇവിടെ പോലീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, CPIക്കാര് ആ CPIയുടെ സംസ്ഥാന സമ്മേളനം പ്രമേയം പാസ്സാക്കിയില്ലേ? ലജ്ജാകരമല്ലേ? CPIയുടെ MLAമാരെ, CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയെ, CPIയുടെ AISFന്റെ വനിതാ നേതാവിനെ ആക്രമിച്ച കേസ്, ഇതൊക്കെ കിടക്കുക. എന്നിട്ട് പറയാം മാതൃകാപരമാണെന്ന്. പാർട്ടി പത്രം വേറെന്ന് എഴുതി, സത്യസന്ധമായ കാര്യം പാർട്ടി പത്രം എഴുതി. എന്നിട്ട് CPIയുടെ നിലപാട് ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ പ്രതിനിധി സമ്മേളനത്തിൽ നല്ല വിമർശനം ഉയർന്നു. അതെ, പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നെങ്കിൽ ആ വിമർശനമാണ് യഥാർത്ഥത്തിൽ പാർട്ടി കാണേണ്ടത്. ഇത് പുറത്ത് എന്തിനാണ് പോലീസിനെ വിളിപ്പിക്കാൻ ഇങ്ങനെ പ്രമേയം കൊണ്ടുവന്നത്? ശ്രീ ബിനോയ് വിശ്വം, പാർട്ടി പ്രതിനിധികൾക്ക് ഇഷ്ടമില്ലാത്ത പ്രമേയമല്ലേ അത്? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്? ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി CPI എന്നൊരു വാക്ക് മിണ്ടിയില്ലെന്ന് പ്രതിനിധികൾ പരാതിപ്പെട്ടില്ലേ? ഒരു CPIയുടെ സമ്മേളനത്തിൽ ചെല്ലുക, കേരളത്തിലെ രണ്ടാമത്തെ കക്ഷിയുടെ സമ്മേളനത്തിൽ ചെല്ലുക, 4 മന്ത്രിമാരുള്ള പാർട്ടിയുടെ സമ്മേളനത്തിൽ ചെല്ലുക, ആ പാർട്ടിയുടെ പേര് പറയാൻ മെനക്കെടാത്ത ഒരു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി? എന്തൊരു ഗതികെട്ട പാർട്ടിയായി CPI മാറി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു, PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്നു. ആ നാട്ടിലാണെന്ന് ആലോചിക്കണം. എൻ്റെ CPI സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അനുകൂലിച്ചോളൂ ഗവൺമെൻറ്റിനെ, പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ പറയൂ. ഈ കുട്ടികളെ വിലങ്ങ് വെച്ചതും ഈ കുട്ടികളുടെ മുഖത്ത് മുഖം മൂടി കറുത്ത തുണി അണിയിച്ച് കോടതി കൊണ്ടുപോയതും കോടതി കണ്ടു, CPIക്കാർ കണ്ടില്ല, SFI കണ്ടില്ല, DYFI കണ്ടില്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി കണ്ടില്ല. എന്നിട്ട് അവർ നാളെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പറയാൻ വരിക. എന്തുകൊണ്ടാണ് ഇവർ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പറയാത്തത്? സ്വന്തം പാർട്ടിക്കാർ തെരുവിലിറങ്ങും, LC സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ രംഗത്ത് വരുന്നില്ലേ? ഇന്നലെ CPMന്റെ തൃശ്ശൂരിലത്തെ DYFIയുടെ ജില്ലാ സെക്രട്ടറി
ഒരു കാര്യം മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നില്ലേ? എങ്ങനെയാ പുറത്തു വന്നത്? പഴയ പാർട്ടിയല്ല, കുട്ടികൾക്ക് ധൈര്യം വന്നു തുടങ്ങിയ മടുത്തു ഈ ഭരണം മാറിക്കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഇവരിങ്ങനെ രംഗത്ത് വരുന്നത്. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു അത് KSUക്കാരനല്ല. എൻ്റെ പ്രിയപ്പെട്ട റെജി, KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. ഒരു KSUവിൻ്റെ ജില്ലാ ഭാരവാഹിക്ക് 2 വർഷത്തെ ഇടവേളയൊക്കെ ആവാം. ഗതിയില്ല, പഠിക്കാൻ ഗതിയില്ല. വീട്ടിൽ പട്ടിണിയാണെങ്കിൽ ജോലിക്ക് പോകും പ്രിയ സുഹൃത്തെ. കിട്ടുന്ന കാശ് കൊണ്ട് വീട്ടുകാരെ പുലർത്തും, കൂട്ടുകാരെ സംരക്ഷിക്കും, പഠിക്കാനുള്ള ഫീസ് കണ്ടെത്തും. എത്ര പേരെങ്ങനെയുണ്ട് ഈ നാട്ടില്? അത് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെയാണ് മുഖംമൂടി അണിയിച്ചത്. മുഖംമൂടിയല്ല, കറുത്ത മുഖംമൂടി, ഭീകരവാദത്തിന്റെ മുഖംമൂടി, ഭയം ജനിപ്പിക്കുന്ന മുഖംമൂടി. ഒരു അർദ്ധരാത്രിയിൽ ഒരു അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് വളയുക. CI ഉൾപ്പെടെയുള്ളവർ, ആ അച്ഛൻ പറഞ്ഞത് കമ്മീഷണർ ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊരു ദുര്യോഗമാണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇത് അറിഞ്ഞ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളോ? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട്, വീട്ടമ്മമാരോട്, സഹോദരിമാരോട്, അച്ഛന്മാരോട്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് മനസ്സിൽ സൂക്ഷിക്കുക. ഈ വികാരം മനസ്സിൽ സൂക്ഷിക്കുക. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ സഹായിക്കാൻ ഈ പോലീസോ ഈ ഭരണമോ ഉണ്ടാകില്ല. അതുകൊണ്ട് ആലോചിക്കുക. ഇതിനൊരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി എങ്ങനെയാണെന്നറിയാമോ? ഷോക്ക് ട്രീറ്റ്മെന്റ്. അത് കിട്ടിക്കഴിഞ്ഞു 4 ഉപതെരഞ്ഞെടുപ്പില്. ഇനിയുള്ള എന്താണെന്നറിയാമോ? പുറത്താക്കുക. ഇതിനൊറ്റ മറുപടിയേ ഉള്ളൂ, ഇവരെ പുറത്താക്കുക. പുതിയൊരു സൂര്യോദയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ആ സൂര്യോദയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്നലെ വടക്കാഞ്ചേരി കണ്ടു, KSU പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാവലിൽ നിന്നു. ചരിത്രത്തിൽ ആദ്യം കാവലിൽ നിന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസുകാർ ഭയന്നു. മനസ്സിലായോ? ഇനി അത് സംഭവിക്കും, ഇനി അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? നീതി കിട്ടണം, ഭയം മാറണം വീട്ടുകാരുടെ. അതുകൊണ്ട് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പഠിക്കുന്നുണ്ടോ ജോലിക്ക് പോകുന്നുണ്ടോ എന്നുള്ളതല്ല, KSU കേരള സ്റ്റുഡൻസ് യൂണിയന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെ മുഖംമൂടി അണിച്ച് 2 KSU പ്രവർത്തകരോടൊപ്പം കോടതിയാണ് രക്ഷ. പോലീസ് സംവിധാനം രക്ഷയില്ല, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഭരിക്കുന്ന പാർട്ടി മിണ്ടുന്നില്ല. അതുകൊണ്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി മിണ്ടുന്നില്ല, പോലീസുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനും മിണ്ടുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്കാണ് ബഹുമാനം കൊടുക്കേണ്ടത്, അല്ലാണ്ട് ബഹുമാനം എഴുതി വാങ്ങിക്കുകയല്ല. കോടതിക്ക് ബഹുമാനം കൊടുക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കാത്തിരിക്കുകയാണ്. വടക്കാഞ്ചേരി ആ ന്യായാധിപന്റെ വിധിക്കായി കാത്തിരിക്കുകയാണ്. കാരണം ഇത് നാളെ ആർക്ക് സംഭവിക്കാം? റോഡിൽ പോകുന്ന കുട്ടികളെ പിടിച്ച് മുഖം മൂടി അണിച്ച് കൊണ്ടുപോകാം. ആര് ചോദിക്കാനുണ്ടാവും ഇവിടെ? ശരിയാണ്. അതാണ് നാളെ ആർക്കും സംഭവിക്കാമെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത്. ശ്രീ റെജി ലൂക്കോസിന് മറുപടി നൽകാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ റെജി ലൂക്കോസ്, KSU ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഗണേഷ് ആറ്റൂർ. അച്ഛൻ പറഞ്ഞതിൽ തെറ്റിപ്പോയതായിരിക്കാം. 26 വയസ്സുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം നിൽക്കുന്നു. പക്ഷേ KSUവിന്റെ ഭാരവാഹിയാണ്, ജില്ലാ ഭാരവാഹിയാണ്. അങ്ങേക്ക് പ്രതികരിക്കാം. അച്ഛനെ തിരുത്തി ഇതിനെ ന്യായീകരിക്കാൻ സ്മൃതി പാടുപെടുന്നതിൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. അതല്ല വിഷയം. ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. അതിനുള്ള സമയം എനിക്ക് തരണം. എൻ്റെ ജനാധിപത്യ അവകാശമാണ്. നിഖിൽ പൈലി എന്ന് പറയുന്നൊരു കൊലയാളി നിങ്ങൾക്കറിയാമോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ 21 വയസ്സുകാരനായ ഒരു പാവപ്പെട്ട മാതാപിതാക്കളുടെ ഏക മകനെ ഒറ്റ കുത്തിനു വന്ന നിഖിൽ പൈലി ഒരു വിദ്യാർത്ഥിയല്ലായിരുന്നു. ക്യാമ്പസിനെത്തി കുത്തിക്കുന്നത്. അയാൾ ഒരു പ്രാദേശിക യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇപ്പോൾ അയാൾ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വേദികളിൽ വിരസിക്കൊണ്ടിരിക്കുകയാണ്, ജാമ്യത്തിലാണ്. ഇതുപോലെ തന്നെയാണ് KSUവിന്റെ സമരത്തിൽ അല്ലെങ്കിൽ KSU SFI ആയിട്ടുള്ള ഇതിൽ നുഴഞ്ഞു കയറി ആ പ്രതിയെ അല്ലെങ്കിൽ ആ അത്തരം കൃത്യങ്ങളിലേക്ക് അയാൾ വഴിതെറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും അങ്ങനെ ഒരാളെ കൃത്യസമയത്ത് കയ്യാമം വെച്ച് മറ്റൊരു ധീരജനെ സൃഷ്ടിക്കാതിരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയല്ല, അത് തടഞ്ഞ ആ CIA സംഘത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയൊരു അച്ഛനും അമ്മയ്ക്കും മകൻ നഷ്ടപ്പെടരുത്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ ചാനൽ ചർച്ചയിൽ ആ സർക്കിൾ ഇൻസ്പെക്ടറെയും ആ സംഘത്തിനെയും. ശ്രീമാർ സാഹിബിനെ പോലെ ബഹുമാനരായ ആള് ഈ മനുഷ്യൻ 2 വർഷമായിട്ട് പഠിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു, ഞങ്ങളൊക്കെ അന്വേഷിച്ചിട്ടായി ചർച്ചയ്ക്ക് വന്നേ. അയാളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അയാളെ KSUക്കാരനാക്കി എന്നൊക്കെയാണ് ശ്രീമാർ സാർ. വിദ്യാർത്ഥിയാണോ? പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പഠിപ്പിക്കും LLBക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. താൻ ഒരു വർത്താനം പറഞ്ഞ LLBക്ക് അവൻ അടുത്ത വർഷം. നിങ്ങൾ എന്ത് ഈ വർത്താനം പറഞ്ഞ? കഴിവില്ലെങ്കിൽ അല്ല, എന്നോട് ഞാൻ ചോദിക്കട്ടെ, കഴിവില്ല. ശ്രീ റെജി ലൂക്കോസ് ഗോവിന്ദൻകുട്ടി പറയുന്ന ഒന്ന് കേൾക്കൂ. ശ്രീ ഗോവിന്ദൻകുട്ടി പറഞ്ഞോളൂ. അതെ സ്മൃതി, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അച്ഛനും അമ്മയ്ക്കും ഒരു മകനുള്ളൂ. അപ്പൊ അവൻ എന്ത് ചെയ്തു? തൽക്കാലം ജോലി കിട്ടിയപ്പോ അതിന് കയറി അവൻ LLBക്ക് പഠിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവൻ വിദ്യാർത്ഥി എങ്ങനെ ആവാണ്ടിരിക്കുക? അവൻ വിദ്യാർത്ഥി തന്നെ എപ്പോഴും അതിനുള്ള ശ്രമം നടത്തണ്ടേ? അവൻ LLBക്ക് പഠിക്കാനുള്ള ഏർപ്പാടെല്ലാം ശരിയായിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ എന്താവണ്ട ഇത് കേൾക്കൂ. അല്ല അച്ഛാ, ഞാനെന്താ സംസാരിക്കട്ടെ? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങള് ഈ ചർച്ചയിൽ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ്. ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് കേരളത്തിൽ മുഴുവനും വിഷലിലൂടെ കേട്ട കാര്യങ്ങൾ. ആ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ എന്താണ് ശ്രീ റെജി ലൂക്കോസ്? രണ്ട് കൂട്ടർ KSUSFI സംഘർഷമാണ്. അവിടെ ഒരു കത്തിക്കുത്ത് നടന്ന സംഭവമല്ല. ആ 3 യുവാക്കൾ ഈ SFI KSU സംഘർഷം ഉണ്ടാകുമ്പോൾ KSUക്കാരെ മാത്രം മുഖം മൂടിയിട്ട് കൊണ്ടുവരുന്ന സംവിധാനം എന്താണ്? ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരിലും ഉണ്ടാവുമല്ലോ പ്രശ്നക്കാർ. KSUവിന്റെ 3 പ്രവർത്തകരെ മുഖം മൂടിയിട്ട് കൈവിലങ്ങിട്ട് കൊണ്ടുവരുന്നതിന്റെ അർത്ഥം എന്താണ്? വിഷയം അതാണ് വിഷയം. അങ്ങനെയാണ് വിഷയം മാറ്റുക. നിങ്ങൾ പക്ഷെ അവതരിപ്പിച്ചതല്ലോ. നിങ്ങൾ അവതരിപ്പിക്കുന്ന എന്താ? നിങ്ങൾ അവതരിപ്പിക്കുന്ന എന്താണ് അവതരിപ്പിച്ചത്? ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി അല്ലാത്ത ഒരാള് നുഴഞ്ഞു കയറി എന്തിനാണ് അവിടെ പോയി സംഘടന ഉണ്ടാക്കിയത്? സാങ്കേതികമായുള്ള ശരിതെറ്റുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. ഇനി പഠിക്കാത്ത ആൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ആകുമോ എന്നുള്ള വിഷയം താങ്കൾ വേറെ ചർച്ച ചെയ്യാന്നേ. ശ്രീ റെജി ലൂക്കോസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. അല്ലെന്നേ നിങ്ങളിത് കേൾക്കൂ. ധീരജ് എന്ന് പറയുന്ന കുത്തിക്കൊന്ന നിഖിൽ പൈലി പണ്ടൊക്കെ വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണോ? അതുകൊണ്ട് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണോ? ഒരു നിഖിൽ പൈലി വെച്ചിട്ട് ബാക്കിയെല്ലാം ന്യായീകരിക്കുകയാണോ? മറ്റൊരു അമ്മ കൂടി ഇരിക്കുന്നുണ്ട്. 18 വയസ്സുള്ള മകൻ പരീക്ഷ എഴുതാൻ പറ്റാതെ, പഠിക്കാൻ പറ്റാതെ ഇപ്പോൾ കഴിയുന്ന കാര്യം പറയുന്നുണ്ട്. വളച്ചൊടിച്ച അസത്യങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോൾ സംസാരിപ്പിക്കാതിരിക്കുന്ന ഒരിക്കലും നീതിയല്ല. ജനം മുഴുവൻ നമ്മളൊരു അനീതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ്, നമ്മൾ അനീതിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, ധീരജന്റെ മാതാപിതാക്കൾക്ക് വേദനയില്ലേ? SFIക്കാരും കുത്തിവീണ വേദനയില്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എന്ത് ന്യായീകരണമാണ്, എന്ത് മെസ്സേജാ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഏത് ക്രിമിനലിനും നുഴഞ്ഞു കയറി വിദ്യാർത്ഥിയാന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഉണ്ടാക്കിയാൽ അവനെ നോക്കി കൈയും കെട്ടിയിരിക്കണോ കേരളത്തിലെ പോലീസ്? പോലീസ് അറസ്റ്റ് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കണം. ഇതിലൊന്നും ആരും തർക്കം പറഞ്ഞില്ല. സാധാരണ KSU പ്രവർത്തകരെ ഹാജരാക്കുന്ന പോലെ ഹാജരാക്കിയിരുന്നെങ്കിൽ ഇവിടെ ആരും ഈ ചർച്ച നടത്തില്ല. ഈ ചർച്ച എന്തിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത വാർത്തയോ? മുഖം മൂടിയിട്ട് കൈവിലങ്ങടിച്ചെത്തിച്ചതാണ് വിഷയം. ഒരു വിദ്യാർത്ഥിയെ സ്മൃതി, അതാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ക്രിമിനലുള്ള വാസനയുള്ളവരെയും മാന്യന്മാരായിട്ടുള്ളവരെയും ജനങ്ങളെ സംരക്ഷിക്കുന്നവരെയും എല്ലാവരെയും നിങ്ങൾ കൊടും ക്രിമിനലാക്കി ആഭ്യന്തര വകുപ്പിനെ ഒന്നുമല്ല. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് എന്തായാലും SHO ഷാജഹാന് എന്തായാലും താങ്കൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി അതിലൊന്നും പറയാനില്ല. ഞാൻ ആസിഫിന്റെ മാതാവിലേക്ക് പോകുന്നു. ഷാമില ബീവി നുഴഞ്ഞു കയറിയാണോ അവർ? അതെങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത്? ചുമതല ഏൽപ്പിച്ചതല്ലേ? പക്ഷേ സംഭവവാസികൾ അയാൾ ഇടപെട്ടത് വളരെ രീതിയിൽ നീതിയാക്കിയിരിക്കുന്നു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് SFI KSU സംഘർഷത്തിൽ നുഴഞ്ഞു കയറി. നന്നായിട്ടുണ്ട്. ഷാമില ബീവി, ഈ കാര്യത്തിൽ നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ മാത്രമാണ് സമീപിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന് നടപടികൾ ഇങ്ങനെ എടുക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കാമെന്നതിലപ്പുറം കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് അധികാരങ്ങളില്ല എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് DGPക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പരാതി അവിടെ മജിസ്ട്രേറ്റ് കോടതിയിലും പരാതിയുണ്ട്, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതിയുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിളിപ്പിച്ചോ എപ്പോഴെങ്കിലും? വിളിപ്പിച്ചു. ഇനി അടുത്ത ഹിയറിംഗ് വെച്ചേക്കുന്ന 16-ാം തീയതിയാണ്. അതിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ പക്കൽ ആ ദൃശ്യങ്ങളുണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ കോടതിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്.
അതായത് നമ്മളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് നമ്പർ വക്കീലിനെ. പ്ലേറ്റ് അടക്കം മാറ്റിവെക്കുന്ന, പോലീസ് മാറ്റിവെക്കുന്ന ദൃശ്യങ്ങളടക്കം അല്ലേ? ഉണ്ട് അതങ്ങ് പുറത്തു വിടൂ ശ്യാമല ബീവി, അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അതാണ് പുറത്തു വിടേണ്ടത്. തീർച്ചയായിട്ടും. മകന് ധൈര്യം കൊടുക്കൂ, മകന് പഠിക്കണം. മകൻ ഒറ്റയ്ക്കല്ല, ഈ കേരളം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി സംഭവങ്ങളായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതില് 18 വയസ്സ് പൂർത്തിയാകാത്ത CCLകളായ 2 കുട്ടികളും എന്റെ മോന്റെ കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ കൊടുത്ത് രാത്രി 10 മണിക്കുള്ളിൽ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം FIR ഇടുന്ന 11/3-നാണ്. ആ FIR-നകത്ത് CCLകളായി ഈ കുട്ടികളുടെ പേരും കയറ്റിയിട്ടുണ്ട്. എന്റെ മോന്റെ അഡ്രസ്സ് മാറ്റി കയറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് മജിസ്ട്രേറ്റ് ഒന്ന് അതെങ്കിലും ഒന്ന് നോക്കുമായിരുന്നു. എന്റെ മോൻ റിമാൻഡിലാകുകയായിരുന്നു. ആരുടെ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു മജിസ്ട്രേറ്റ് അന്ന്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് എന്റെ മോനെ റിമാൻഡ് ചെയ്തത്. അന്ന് കട്ടപ്പന കോടതിയിൽ മജിസ്ട്രേറ്റ് ഇല്ലായിരുന്നു. അപ്പൊ കോടതിയിൽ ഇതൊരു ഗൂഢാലോചനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കാരണം മാർച്ച് 5-ാം തീയതി നടന്ന ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ എന്റെ വണ്ടി ഇറക്കിക്കൊണ്ട് പോയ ഒരൊറ്റ കാരണം കൊണ്ട് ഇയാൾ ഈ SI സുനേഗ് അയാളുടെ ആ ജോലി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരാതിയുമായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ ഈ പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ അല്ലാതെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്താണ് പരിഗണിക്കുന്നത്? SI സുനേഗിനെയും ഡ്രൈവർ മനുവിനെയും ഡിസ്മിസ് ചെയ്യണം. ഇതാണ് കള്ളക്കേസ് എടുത്ത് അന്വേഷിക്കാതെ FIR ഇട്ട CIക്കെതിരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം. മകനിപ്പോൾ പഠിക്കുന്നില്ല. നമ്മുടെ ആവശ്യം. മകനിപ്പോൾ പഠിക്കുന്നില്ല. മോനിപ്പോ പഠിക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് മോനെ ഞാൻ ജർമ്മൻ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് ചേർത്തപ്പോഴത്തേനും മോന് ജാമ്യം അനുവദിച്ച് 3 മാസത്തിന് പോയി ഒപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ചെറുതോണി വന്ന് ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എറണാകുളത്ത് പഠിക്കുന്ന മോനെ എല്ലാ വെള്ളിയാഴ്ചകളും പറഞ്ഞൊരു സാഹചര്യം വന്നപ്പം എന്റെ മോന്റെ ക്ലാസ് കട്ടാകുമായിരുന്നു. ആ പഠിത്തം അവിടെ കൊണ്ട് നിർത്തി. ഇപ്പം ഈ കേസിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിപ്പിക്കുമ്പം അവന് മനസ്സ് കൊടുത്തുനിന്നിരുന്ന് പഠിക്കാനുള്ള മാനസികാവസ്ഥയില്ല. മാനസികമായിട്ട് തകർന്നൊരവസ്ഥയാണ് എന്റെ കുഞ്ഞിന്റെ. LKG തൊട്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ വാപ്പ മരണപ്പെട്ടു പോയാണ്. എന്റെ മാത്രം സംരക്ഷണ ചുമതലയിൽ ഒരു CCTV ക്യാമറ ഉള്ള ഒരു വീടിനകത്താണ് എന്റെ മോൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് SI മോനെ ഭീഷണിപ്പെടുത്തുന്ന പറഞ്ഞാൽ പോസ്കോ കേസ് നിന്നെ ചുമത്തും, നീ MDMA ഉള്ളതാണ്. എന്റെ ബ്രദർ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലുമ്പം ഇവൻ MDMA ഉപയോഗിക്കുന്നവനാണ്, ഏജന്റ് ആണെന്ന് വരെയും പറഞ്ഞ് എന്റെ മോനെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അവസാനം MDMA കേസിനകത്ത് അവന് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയൊക്കെ പുറകെ വരുമെന്നാ പറഞ്ഞ്. വീട്ടിൽ നിന്ന് എന്റെ ബന്ധുമിത്രാദികൾ പോയിട്ട് ഇയാളൊന്ന് കാണിക്കാൻ കൂട്ടാക്കാതെ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന ഷോ മൊത്തം ഈ CCTV ദൃശ്യത്തിനകത്തുണ്ട്. എന്നിട്ട് എപ്പോഴാണ് ഒത്തുതീർപ്പിന് വന്നത്? ഒത്തുതീർപ്പിന് വന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 12 ദിവസത്തിന് ശേഷം. മോൻ ഇറങ്ങിയതിന് ശേഷം 3 തവണ, ആദ്യം 3 പോലീസുകാരും രണ്ടാമത് 4 പോലീസുകാരുമായിട്ട് ഏകദേശം 3 മണിക്കൂറുകളോളം വീതം 3 തവണ എന്റെ കൂട്ടുകാർ വീട്ടിൽ വന്നിരുന്ന് ഇവർ സംസാരിച്ചു. ലക്ഷങ്ങൾ വെച്ചോണ്ടാണ് അവർ സംസാരിക്കുന്നത് CA സുരേഷിന് വേണ്ടിയിട്ട്. അയാളുടെ മൊഴിക്കകത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് ഇലക്ഷന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തിരക്കാണ്ട് അന്വേഷിക്കാൻ പറ്റിയില്ലാന്ന്. മേലുദ്യോഗസ്ഥന്മാർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു CA സുരേഷിന്റെ ഇതിനകത്ത് കുരുക്കരുത്, അയാളൊരു നിരപരാധിയാണ്, അയാൾ ഇത് അറിയാതെ പോയത് കൊണ്ടാണ്. അറിയാതെ പോയൊരു വ്യക്തി 2-ാമത്തെ ദിവസം അല്ലെ 3-ാമത്തെ ദിവസം ഈ വിഷയം അറിയുമ്പം റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്ന അതിക്രൂരമായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. എന്റെ മോനെ 12-ാമത്തെ ദിവസം പോലും പുറത്തിറക്കാൻ കഴിയില്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു ഹാജരാക്കിയിരുന്നത്. തൊടുപുഴ കോടതിയിൽ നിന്നാണ് എനിക്ക് ജാമ്യം അനുവദിച്ചത്. ഞാൻ വിദേശത്ത്, ഇവിടെ നിന്ന് നിന്ന നിപ്പിൽ ചാടി വരാൻ പറ്റില്ല, നാട്ടിൽ ആരുമില്ല, ആകെയുള്ള ചുരുക്കം ചില ബന്ധുക്കളാണ്. വീട്ടിലൊരു പൂച്ച പെർഷ്യൻ ക്യാറ്റിനെ അടച്ചിട്ടിരുന്നു. താക്കോല്, മോന്റെ പേഴ്സ്, ഒരു സാധനം എന്റെ വീട്ടുകാർക്ക് കൊടുത്തില്ല. ഈ മോൻ ഇറങ്ങിയതിന് ശേഷമാണ് ഈ താക്കോല്. ലാസ്റ്റ് ജനല് പൊട്ടിച്ചുകൊണ്ടാണ് എന്റെ മോന്റെ കൂട്ടുകാരാണ് ആ പെർഷ്യൻ ക്യാറ്റിനെ രക്ഷപ്പെടുത്തുന്നത്. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇയാളെ പോലുള്ളവർ അയാളുടെ ജോലി ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സൈക്കോമാനുള്ള ഉദ്യോഗസ്ഥരെ, ക്രിമിനൽസിനെ നമ്മുടെ ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഒഴിവാക്കണം. നമുക്ക് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഇവര് നമുക്ക് ഭീതിയല്ലേ പരത്തുന്നത്? തെറ്റ് ചെയ്യാത്തവരെ ഇവരെന്തിന് ക്രൂശിക്കുന്നു? തെറ്റ് ചെയ്തവരെ ഇവര് പിടിക്കട്ടെ, അവരത് നോക്കട്ടെ. നമ്മൾ അതിനൊന്നും ഇതാകുന്നില്ല. നിരപരാധികളായ കുഞ്ഞുങ്ങളെ എന്തിനാ പിടിച്ചുപദ്രവിക്കുന്നേ? അയാൾക്ക് എല്ലാ സാഹചര്യവും മനസ്സിലാക്കിയതല്ലേ, അയാളൊരു ഉദ്യോഗസ്ഥനല്ലേ, എല്ലാം അന്വേഷിച്ച് കാണുമല്ലോ. തീർച്ചയായും ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഷാമില പറയുന്നത്. ഒറ്റയ്ക്ക് മകനെ വളർത്തുന്ന ഒരമ്മയാണ്, വിദേശത്ത് ജോലി ചെയ്ത്
അച്ഛനില്ലാത്ത കുട്ടിയാണ്. പഠനം പോലും ഇപ്പോൾ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. സർക്കാരിന് മുന്നിലേക്ക് ഈ വിഷയം വയ്ക്കുകയാണ് ആഭ്യന്തരമന്ത്രി. ഇന്ന് ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. ഇത്ര ദിവസങ്ങളായി ഓരോ ദിവസവും പോലീസിന്റെ ക്രൂരതയുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഒരുപക്ഷെ സഭാ സമ്മേളനത്തിൽ പ്രതികരിക്കാനാക്കി എടുത്തു വെച്ചിരിക്കുന്നതായിരിക്കാം. തിരിച്ചെത്താൻ ഇടവേള. സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള നിയമ പോരാട്ടം എങ്ങനെയാണ്? ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും, യാതൊരു സംശയവുമില്ല. കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉചിതമായ ഇത് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ശരി. പിന്നെ റെജി ലൂക്കോസ് ഉണ്ടോ അവിടെ? ഉണ്ട്, പറഞ്ഞോളൂ. റെജി ലൂക്കോസിനോട് ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. മാളയിൽ നടന്ന സംഭവത്തിൽ അതിന്റെ പുറകിൽ ചോട് വെച്ചുകൊണ്ടാണ് എന്റെ മകൻ ഗണേശിനെ SFIക്കാര് വന്ന് ബാങ്കിൽ കയറി തല്ലിയത്. അപ്പൊ അവന് KSUക്കാരനായിട്ടല്ലേ വന്ന് തല്ലിയത്? റെജി ലൂക്കോസിന് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ സംസാരിക്കാൻ? SFIക്കാര് വന്ന് ബാങ്കിൽ വന്ന് കയറി തല്ലുമ്പോ അവൻ KSUക്കാരനല്ലേ, KSUക്കാരനാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വന്ന് തല്ലിയത്? 10-12 പേര് കൂടിയല്ലേ വന്ന് തല്ലിയത്? അത് മാത്രമല്ല, അതിനുശേഷം ഇവിടെ ഒരു പയ്യനെ ഒന്നും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് ഷാജഹാൻ ഇത്തരം നടപടികളിലേക്ക് നീങ്ങിയത്. അത് എന്തുകൊണ്ടാണ്? ഷാജഹാന്റെ ബന്ധുവാണ് MK മെയ്ജൻ, AC മെയ്ജന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ചെയ്ത്. മെയ്ജൻ മാത്രമല്ല, ഇവിടുത്തെ MLA ഉണ്ട് പ്രദീപ് മഹാമാന്യൻ വിളിച്ചു പറഞ്ഞാണ്, AC മെയ്ജനെ വിളിച്ചു പറഞ്ഞാണ് ഈ കേസ് ACPക്കൊക്കെ കൊടുത്ത് ACP അടക്കം എന്റെ വീട്ടിൽ കയറി ഇറങ്ങിയിരുന്നത്. അത് നിങ്ങൾക്കറിയോ? അല്ല, ഇവൻ KSUക്കാരനല്ലെങ്കിൽ എന്തിനും പിന്നെ കയറി തല്ലി? റെജി ലൂക്കോസ് മറുപടി പറയട്ടെ അതിന്. ശരി, ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും മറുപടി അച്ഛാ. വളരെ റെസ്പെക്റ്റിനോട് പറയട്ടെ. ഈ മാളയിൽ പോയി ഈ പഠിക്കാത്ത വിദ്യാർത്ഥി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്തിനാണ് മാളയിൽ പോയി ഈ സംഘടന ഉണ്ടാക്കിയത്? അതിന് മറുപടി ഒരു അച്ഛനുണ്ടോ? അയാള് ഈ മകൻ ജോലി ചെയ്യുമല്ലേ, ഈ ജോലി സ്ഥലത്ത് ജോലി ചെയ്യേണ്ട എങ്ങനെയാണ് ഈ സംഘടനകൾക്ക് പോയത്? ഞാൻ അച്ഛനോട് തർക്കിക്കാറില്ല, അങ്ങയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നു. മകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് ഇതിനകത്ത് പറഞ്ഞു. ഞങ്ങൾക്കും അറിയാവൂ ജോലി ചെയ്ത മകൻ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അത് പാർട്ട് ടൈം ആണ് ജോലി ചെയ്യുന്നത്. പറയൂ, പാർട്ട് ടൈം അല്ല, അങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്യുവാണ്. ഒരു മിനിറ്റ് കേൾക്കൂ. പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം തന്നെ ജോലി. അവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് എന്റെ മകൻ ബാങ്കിൽ ജോലിയാണ്. 6 മണിക്ക് എന്റെ വീട്ടിൽ വരുന്നത്. 6 മണിക്ക് ശേഷമാണ് ഇവര് ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നത്. ഇന്നൊന്ന മാതിരിക്ക് ഉണ്ടായി കേസ് SFI ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ മൊബൈൽ പോലീസ് പിടിക്കല്ല. ഇങ്ങനെയല്ല പോലീസ് പിടിക്കാം. ഇതല്ല ന്യായം. പോലീസ് പിടിക്കുന്നു പറഞ്ഞാൽ നിങ്ങള് തൊഴിഞ്ഞായം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാണ്. മാളയിൽ പോയി സംഘടനത്തെ വിചാരുന്നത്, മാളയിൽ പോയി വടക്കഞ്ചേരി മാളയിൽ തമ്മിലുള്ള കിലോമീറ്റർ എനിക്കറിയാം എത്രയാണല്ലോ. ഹലോ മാഷ സമ്മതിക്കില്ല. ശരി ശരി, അങ്ങ് ഒച്ചയിടണ്ട, അങ്ങ് പറഞ്ഞോളൂ ശ്രീ ഗോവിന്ദൻകുട്ടി പറഞ്ഞോളൂ. മാളയിൽ പരിപാടി നടക്കുന്ന ദിവസം എന്റെ മകൻ ജോലി സ്ഥലത്താണ്. ശരി, ആ സംഘർഷത്തിൽ മകനില്ല എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ശരി, അതാണ് അങ്ങ് ആവർത്തിച്ചു പറയുന്നത്. സംഘർഷത്തിൽ മകനില്ല അവിടേക്ക്. ശരി ശരി, അതാണ് അദ്ദേഹത്തിന്റെ ന്യായം. അദ്ദേഹത്തോട് തർക്കിക്കേണ്ട ശ്രീ റെജി ലൂക്കോസ്. എന്തായാലും ന്യായം കോടതി കണ്ടെത്തും. പക്ഷേ എങ്ങനെയാണ് അവരെ കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളത് നമ്മുടെ മുന്നിലെ കാഴ്ചയാണ്. ശ്രീകുമാർ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീകുമാർ. നോക്കൂ സ്മൃതി, ഇവിടെ ശ്രീ റെജി ലൂക്കോസ് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തല്ലോ. നോക്കൂ റെജി, അത് ഭയങ്കര ഒരു ഭീകരാവസ്ഥ ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം റെജിയെ ആളുകൾ കാണുന്നത് ഭരിക്കുന്ന മുന്നണിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ്. കാരണം ഇങ്ങനത്തെ പോലീസുകാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നാളെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ട്, സമൂഹത്തിൽ സമരം ഉണ്ടായാൽ ഒരു കറുത്ത തുണി കൊണ്ട് ഒരുത്തൻ്റെ ഒരു മിനിറ്റ് ഒരു കറുത്ത തുണി കൊണ്ട് ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ മുഖത്ത് മൂടിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആളെ തിരിച്ചറിയില്ല.
ഇത് ഭീകരാവസ്ഥയുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് SFIക്കാർക്കും ABPക്കാർക്കും ഉണ്ട്. ഇത് KSUക്കാരെ കൊണ്ടുപോയതുകൊണ്ട് മാത്രമല്ലല്ലോ. SFIയും KSUവും തമ്മിൽ അടിപിടി കൂടിയപ്പോൾ KSUക്കാരെ പോലീസ് കൊണ്ടുവന്ന കഥയാണ് നമ്മൾ പറഞ്ഞത്. അതുമിട്ട് പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഈ ആറ്റൂർ ഗണേഷ് എന്ന KSU പ്രവർത്തകൻ അയാൾ 1.5 മാസമായിട്ട് കഴുത്തിന് ഒരു മിനിറ്റ് 3.5 കൊല്ലം നിൽക്കട്ടെ റജി. നമ്മുടെ പോലീസിന് ഈ കുന്നംകുളത്ത് സുജിത്ത് എന്ന ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുമ്പോൾ അവിടെ സ്റ്റേഷൻ ഹൗസിലെ അവിടുത്തെ ചാർജായിരുന്നു ഇദ്ദേഹം. അത് മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആറ്റൂർ ഗണേഷ് എന്ന് പറഞ്ഞ KSU പ്രവർത്തകൻ 1.5 മാസമായിട്ട് എൻ്റെ അറിവിൽ എന്നോട് KSU പ്രവർത്തകർ പറഞ്ഞതാണ്, അദ്ദേഹം കഴുത്തിന് ഈ പരിക്കേറ്റ് ചികിത്സ പോലും നടത്തിയിട്ടുണ്ട്. അത്രയും വലിയൊരു KSU പ്രവർത്തകനാണ് അദ്ദേഹം. ഈ വിദ്യാർത്ഥി നേതാക്കൾക്ക് ഇടവേളയുണ്ട്. എല്ലാ വിദ്യാർത്ഥി നേതാക്കൾക്കും പരീക്ഷ എഴുതാതെ പാസ്സാകാൻ പറ്റില്ലല്ലോ റജി. KSUക്കാർക്കൊന്നും പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള ആ ഒരു പ്രവൃത്തി അവർക്ക് ആ ഒരു മാർഗം അവർക്ക് അറിയില്ല. അവർ പഠിക്കേണ്ട ആ മാർഗം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടവേളയുണ്ട്. ഏത് വിദ്യാർത്ഥി നമ്മൾക്ക് കൊണ്ടുവന്നല്ലേ. ശരി, പോലീസ് ക്രൂരതയുടെ നേർക്കാഴ്ചകളായിരിക്കും രണ്ട് മാതാപിതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇവിടെ നമ്മൾ കേട്ടത്. അവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടിരിക്കുന്നത്. ഇത് കാണുന്നവർക്ക് എന്താണ് എന്ന് കൃത്യമായി ബോധ്യമായിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതിയാണ് നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, റിജി ലൂക്കോസ്, ശ്രീ ഗോവിന്ദൻകുട്ടി, അതോടൊപ്പം ഷാമില BV ഖാസിം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.